Hello everyone, my topic is atmospheric pollution, causes, effects and remedial measures. So, atmosphere എന്താണെന്ന് നമുക്കറിയാം. It is a transparent gaseous blanket that envelop earth and support and protect life. ഇതൊരു എസെൻഷ്യൽ ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റമാണ് ഈ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. സോ എയർ പൊല്യൂഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ contamination of atmospheric air with undesirable, harmful or toxic substances, making it noxious and harmful to organisms and materials. അതായത് എന്തെങ്കിലും ഒരു അൺഡിസൈറബിൾ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ടോക്സിക് സബ്സ്റ്റൻസിൻ്റെ കാരണം കൊണ്ട് എയറിന് മലിനമാകുക, കണ്ടാമിനേഷൻ സംഭവിക്കുക. ഇറ്റ് ഇൻവോൾവ് abnormal qualitative or quantitative change in the composition of atmospheric air. പിന്നെ ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് സിവിയർ ആയിട്ടുള്ളത് സിറ്റീസിലാണ്, കൂടുതൽ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ഇൻഡസ്ട്രിയൽ ഏരിയാസിലാണ് ഇത് കാണുന്നത്. ഇനി പൊല്യൂട്ടൻസ് എന്ന് വെച്ചാൽ എനി സബ്സ്റ്റൻസ് ദാറ്റ് കോസ് പൊല്യൂഷൻ ഈസ് കോൾഡ് പൊല്യൂട്ടൻസ്. They are classified into several groups like gaseous pollutants, particulate pollutants, pesticides, aerosols, radioactive pollutants, metallic contaminants, biological contaminants, etc. സോ ഇവിടെ gaseous എന്ന് പറയുമ്പം ഗ്യാസസ് തന്നെ, ടോക്സിക് ആയിട്ടുള്ള ഗ്യാസസ് ഒക്കെ ഉണ്ട്, CO പോലത്തെ. നോക്ഷ്യസ്, ഇനോർഗാനിക് ആൻഡ് ഓർഗാനിക് ഗ്യാസസ്. Oxides of nitrogen, carbon, sulfur, phosphorus, sulfide, cyanide, chloride, fluorides of hydrogen, chlorine, bromine, ammonia, tropospheric ozone, various hydrocarbons, etc. are examples for gaseous air pollutants. Particulate pollutants എന്ന് പറയുമ്പോൾ solid particles and liquid droplets like fume, dust, ash, smoke, soot, etc. ദെൻ എയറോസോൾസ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഫൈൻ ഓർഗാനിക് ഇനോർഗാനിക് പാർട്ടിക്കിൾസ് വിച്ച് ആർ സസ്പെൻഡഡ് ഇൻ എയർ. പെസ്റ്റിസൈഡ്സ് വി നോ, പോയ്സണസ് കെമിക്കൽസ് യൂസ്ഡ് ഫോർ ഡിസ്ട്രോയിങ് പെസ്റ്റ് പോപ്പുലേഷൻ വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ഫീൽഡ്സ് ആൻഡ് ഫാംസ്. ദേ ഇൻക്ലൂഡ് ഇൻസെക്ടിസൈഡ്, റോഡൻറ്റിസൈഡ്, ഹെർബിസൈഡ്സ്, ഫഞ്ചൈസൈഡ്, എക്സെട്ര. ഇനി പൊല്യൂട്ടൻസിനെ രണ്ട് കാറ്റഗറിയായി ക്ലാസിഫൈ ചെയ്യാം, പ്രൈമറി ആൻഡ് സെക്കൻഡറി. Primary include particles of heavy metals, oxides of nitrogen, oxides of carbon, oxides of sulfur, CS2, H2S, hydrocarbons, aldehydes, ketones, ammonia, etc. Secondary include tropospheric ozone, peroxyacyl nitrate and atmospheric acid. Tropospheric ozone എന്ന് വെച്ചാൽ ഗ്രൗണ്ട് ലെവൽ ഓസോണാണ്. ദാറ്റ് ഈസ് നോട്ട് എമിറ്റഡ് ഡയറക്ട്ലി ടു ദ എയർ ബട്ട് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ദ റിയാക്ഷൻ ബിറ്റ്വീൻ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആൻഡ് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇനി സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ നാച്ചുറൽ ആകാം, ആർട്ടിഫിഷ്യൽ ആകാം. ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്നത് മാൻമെയ്ഡാണ്, അതുകൊണ്ട് തന്നെ ആന്ത്രോപോജനിക് സോഴ്സസ് എന്ന് പറയുന്നു. നാച്ചുറൽ എന്ന് പറയുമ്പം വോൾക്കാനിക് ഇറപ്ഷൻ, വെതറിങ് ഓഫ് റോക്ക്, വൈൽഡ് ഫയർ, ഡസ്റ്റ് സ്റ്റോം, സാൻഡ് സ്റ്റോം, washing ashore of sea salt, natural decay of organic matter, pollen grain, fungal spores, etc. ഓക്കെ, അതൊക്കെയാണ് നാച്ചുറൽ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. വോൾക്കാനിക് ഇറപ്ഷൻ ആൻഡ് ഓർഗാനിക് ഡീക്കേ റിലീസ് ടു ദ അറ്റ്മോസ്ഫിയർ നോക്സിയസ് ഗ്യാസസ് ലൈക്ക് H2S, SO2 ആൻഡ് CO. ഇനി ആന്ത്രോപോജനിക് സോഴ്സസിനെ കുറിച്ച് കൂടുതലായി നോക്കാം. നാം പറഞ്ഞു ഇറ്റ് ഈസ് ദ ആർട്ടിഫിഷ്യൽ ഓർ മാൻമെയ്ഡ് സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ. അപ്പോൾ അത് മെയിനായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ, അർബണൈസേഷൻ, ഓവർ അഗ്രികൾച്ചർ, ഇതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു ആർട്ടിഫിഷ്യൽ സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ സോഴ്സസ് ആണ്. മെയിനായിട്ടുള്ള കുറച്ച് ആർട്ടിഫിഷ്യൽ സോഴ്സ് എന്ന് പറയുന്നത് സ്റ്റേഷനറി കമ്പഷൻ സോഴ്സസ്, മൊബൈൽ കമ്പഷൻ സോഴ്സസ്, refuse disposal, aerosol, products of photochemical reaction and radioactive isotope and their fallout. First one is stationary combustion sources. സ്റ്റേഷനറി കമ്പഷൻ സോഴ്സസ് എന്ന് പറയുന്നത് സ്മോക്ക്, സൂട്ട്, ഗ്യാസസ് ഇതൊക്കെയാണ്. അതായത് ഈ ഇൻഡസ്ട്രീസ്, ഹൗസസ് എന്നൊക്കെ വരുന്നത്. 10-15% ഓഫ് എയർ പൊല്യൂഷന് കാരണം ഇവരാണ്. അതിൽ മെയിനായിട്ടുള്ള പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത് CO, CO2, CS2, SO2, SO3
എക്സെട്ര പോലത്തെ കെമിക്കൽസും പിന്നെ നമ്പർ ഓഫ് എയറോസോൾസ്. രണ്ടാമത്തതാണ് മൊബൈൽ കമ്പഷൻ സോഴ്സസ്. ദ ഇൻക്ലൂഡ് എക്സോസ്റ്റ് ഫ്രം ഓട്ടോമൊബൈൽ വിച്ച് കൺട്രിബ്യൂട്ട് 50-60% ഓഫ് എയർ പൊല്യൂഷൻ. ഇവിടുത്തെ മേജർ എയർ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത് CO, NO, N2O ആൻഡ് NO2, ഹൈഡ്രോകാർബൺസ്, ആൽഡിഹൈഡ്സ്, ഇതൊക്കെയാണ് മൊബൈൽ കമ്പഷൻ സോഴ്സിൽ വരുന്ന മേജർ പൊല്യൂട്ടൻസ്. ഓട്ടോമൊബൈൽ എക്സോസ്റ്റ് ഫ്യൂംസ് ആർ കോംപ്ലക്സ് മിക്സ്ചേഴ്സ് ഓഫ് മെനി കമ്പോണൻസ്. ഇനി refuse disposal thus emit unpleasant noxious gases like CO, SO, H2S ഒക്കെ. അതായത് സ്പെഷ്യൽ ഒരു പ്രത്യേക ഓർഡറിലെ ടോക്സിക് ആയിട്ടുള്ള ഗ്യാസസ്. അതുപോലെ തന്നെ എയറോസോൾസ്, വെരി മൈന്യൂട്ട് സോളിഡ് പാർട്ടിക്കിൾ ആൻഡ് ലിപ്പിഡ് ഡ്രോപ്ലെറ്റ് സസ്പെൻഡഡ് ഇൻ എയർ. പെസ്റ്റിസൈഡ്സ്, അറ്റ്മോസ്ഫിയറിക് ആസിഡ് ഡ്രോപ്ലെറ്റ്, ഡസ്റ്റ് ഓഫ് ആസ്ബസ്റ്റോസ്, സിലിക്ക എക്സെട്ര സെർവ് ആസ് എയറോസോൾ. Then product of photochemical reaction include secondary pollutants like PAN, aldehyde, ketone, tropospheric ozone, etc. PAN എന്ന് പറഞ്ഞാൽ peroxyacetyl nitrate. Then radioactive isotope and their fallout from the nuclear test and atomic blast. ഇതൊക്കെ എന്ന് പറയുന്നത് ആന്ത്രോപോജനിക് ആയിട്ടുള്ള എയർ പൊല്യൂഷൻ സോഴ്സസ് ആണ്. ഇനി അടുത്തതായിട്ട് കുറച്ച് പ്രൈമറി എയർ പൊല്യൂട്ടൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, കാർബൺ, സൾഫർ ആൻഡ് ഹൈഡ്രോകാർബൺ. ഫസ്റ്റ് വൺ ഈസ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആസ് എയർ പൊല്യൂട്ടൻസ്. എയർ പൊല്യൂട്ടൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഓക്സൈഡ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നൈട്രിക് ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, നൈട്രജൻ ട്രയോക്സൈഡ്, നൈട്രജൻ സെസ്ക്വി ഓക്സൈഡ്, നൈട്രജൻ ടെട്രാക്സൈഡ്, നൈട്രജൻ പെൻഡോക്സൈഡ്, ഇവരൊക്കെ. ഓക്കെ, അതിൽ NO അതായത് നൈട്രിക് ഓക്സൈഡാണ് പ്രിൻസിപ്പൽ വൺ. 95% ഓഫ് നൈട്രജൻ ഓക്സൈഡ്സ് എമിറ്റഡ് ആസ് നൈട്രിക് ഓക്സൈഡ്. അത് മെയിനായിട്ട് ഓട്ടോമൊബൈൽസിൽ നിന്നും ഇലക്ട്രിക് പവർ പ്ലാന്റ്സിൽ നിന്നുമാണ് നൈട്രിക് ഓക്സൈഡ് എമിറ്റ് ചെയ്യപ്പെടുന്നത്. ഇറ്റ് ഈസ് ദ മെയിൻ കമ്പസ്റ്റൻ പ്രൊഡക്റ്റ് ഓഫ് നൈട്രജൻ. അറ്റ്മോസ്ഫിയറിൽ വെച്ചിട്ട് NO2 ഓക്സിഡൈസ് ചെയ്യപ്പെടും, എന്നിട്ട് O3 വഴിയും ഓക്സിഡൈസ് ചെയ്യപ്പെടും. ഓക്കെ, അറ്റ്മോസ്ഫിയറിലുള്ള NO2 ഓക്സിഡൈസ് ചെയ്യപ്പെടും. അറ്റ്മോസ്ഫിയറിൽ നിന്ന് N2O3 അതായത് നൈട്രജൻ സെസ്ക്വി ഓക്സൈഡ് വാട്ടർ വേപ്പറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നൈട്രിക് ആസിഡ് കിട്ടും. അത് പിന്നീട് അമോണിയായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അമോണിയം നൈട്രേറ്റ് കിട്ടും. ഇതൊക്കെ എന്താണ്? എയർ പൊല്യൂട്ടൻസ് ആണ്. നൈട്രജൻ ഓക്സൈഡ്സ് കോമൺലി അത്ര ഡേഞ്ചറസ് അല്ല, ഈവൺ ദോ അതിൻ്റെ ഇറ്റ് ഹാവ് ആൻ ആക്റ്റീവ് റോൾ ഇൻ ദ ഫോർമേഷൻ ഓഫ് ഫോട്ടോകെമിക്കൽ ഓക്സിഡൻസ് വിച്ച് പ്രൊഡ്യൂസ് ഹാർംഫുൾ ഇഫക്റ്റ്. ഹൈ അറ്റ്മോസ്ഫിയറിക് കോൺസെൻട്രേഷൻ ഓഫ് NO2 ഡാമേജ് ലീഫ്, causes sclerosis, reduce photosynthetic activity, inhibit metabolic functions and inflict tissue damage. പ്ലാന്റ്സിൽ ഈ NO2ന് വലിയ റോളുണ്ട്. അത് കുറേ ഡാമേജസ് ഉണ്ടാക്കും. ലൈക്ക് ക്ലോറോസിസ് മീൻസ് ലോസ് ഓഫ് ക്ലോറോഫിൽ. അപ്പോൾ തന്നെ ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി പോകും. അതുപോലെ ഇറ്റ് ഡാമേജസ് ലീഫ്, അഫക്റ്റ് മെറ്റബോളിക് ഫങ്ഷൻസ് എക്സെട്ര. Atmospheric pollution by nitrogen oxide cause health hazards in human being also. Example, irritation to lungs and air tract, respiratory problems, bronchitis, pulmonary diseases, etc. അപ്പോൾ അതിന് ഒരുപാട് അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ട്. അടുത്തതാണ് ഓക്സൈഡ്സ് ഓഫ് കാർബൺ, എയർ പൊല്യൂട്ടൻസ് ആയിട്ട്. മെയിനായിട്ട് 2 ഓക്സൈഡ്സ് ആണ് എയർ പൊല്യൂട്ടൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, COയും CO2. CO2 വിനോ അറ്റ്മോസ്ഫിയറിലുണ്ടാകും, നമ്മളെ റെസ്പിറേഷനിലൂടെയൊക്കെ അറ്റ്മോസ്ഫിയറിലെത്തും. CO എന്ന് പറയുന്നത് 4 പ്രോസസ്സിലൂടെയാണ് അറ്റ്മോസ്ഫിയറിലെത്തുന്നത്. ഒന്നാമത്തത് ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ഓർഗാനിക് ഫ്യൂവൽ ആൻഡ് കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ്. കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിൻ്റെയൊക്കെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കമ്പഷൻ. രണ്ടാമത്തത് CO2ൻ്റെയും കാർബൺ കണ്ടെയ്നിങ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ കോമ്പൗണ്ട്സിൻ്റെ ഇടയിലുള്ള റിയാക്ഷൻ, അതും CO പ്രൊഡ്യൂസ് ചെയ്യും. മൂന്നാമത് CO2 ഹൈ ടെമ്പറേച്ചറിൽ ഡിസോസിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ CO റിലീസ് ചെയ്യും. നാലാമത്തത് മീത്തൈനും OH ഒക്കെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് CO പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പം ഇവിടെ അറ്റ്മോസ്ഫിയറിൽ മീത്തൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡീകമ്പോഷൻ ഓഫ് ഓർഗാനിക് മാറ്ററിലൂടെ,
അതുപോലെ ഹൈഡ്രോക്സിൽ റാഡിക്കലായിട്ടുള്ള OH പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫോട്ടോകെമിക്കൽ ഡിസോസിയേഷൻ ഓഫ് O3 വഴിയാണ് അറ്റ്മോസ്ഫിയറിൽ OH എത്തുന്നത്. ഇതാ 4 റിയാക്ഷൻസ് പറയുന്നതാണ്. ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ഓർഗാനിക് ഫ്യൂൽസ് അല്ലെങ്കിൽ കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ്, പിന്നീട് റിയാക്ഷൻ ഓഫ് CO2 ആൻഡ് കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ്, പിന്നെ ഡിസോസിയേഷൻ ഓഫ് CO2 അറ്റ് ഹൈ ടെമ്പറേച്ചർ, പിന്നെ മീത്തൈനും OHും എടുക്കില്ലേ, ആ റിയാക്ഷൻസ് ഒന്ന് കൊടുത്തതാണ്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. ഇനി കാർബൺ മോണോക്സൈഡ് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് നോക്കാം. കാർബൺ മോണോക്സൈഡ് ഓർ CO സീരിയസ്ലി ഹാംഫുൾ ടു പ്ലാന്റ്സ്, ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് മെനി അതർ ഓർഗാനിസം. ഇറ്റ് ഇൻഹിബിറ്റ് ബാക്ടീരിയൽ നൈട്രജൻ ഫിക്സേഷൻ. വി നോ നൈട്രജൻ ഫിക്സേഷൻ അറിയാം. അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ പ്ലാന്റ്സിൽ ഫിക്സ് ചെയ്യുന്നത് ബാക്ടീരിയൻ്റെ ഒക്കെ ഹെൽപ്പോട് കൂടിയാണ്. അതൊക്കെ അത് പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ പ്ലാന്റ്സിനെയും ഹ്യൂമൻ ബീയിങ്സിനെയും എല്ലാത്തിനെയും കാർബൺ മോണോക്സൈഡ് എഫക്റ്റ് ചെയ്യും. പ്ലാന്റ്സിൽ ലീഫ് ഫോൾ, ലീഫ് കേളിങ്, ക്ലോറോഫിൽ പ്രൊഡക്ഷൻ റിഡക്ഷൻ, പ്രീമച്വർ ഏജിങ് ഇതിനൊക്കെ കാരണമാകും. ഹ്യൂമൻ ബീയിങ്സിൽ അത്രയും ഡേഞ്ചറസ് ആണ്. ഇറ്റ് കമ്പൈൻ വിത്ത് ഹീമോഗ്ലോബിൻ ഓഫ് RBC ആൻഡ് ഫോം കാർബോക്സി ഹീമോഗ്ലോബിൻ. ഓക്കെ, അത് കാർബോക്സി ഹീമോഗ്ലോബിൻ ഫോമേഷന് കാരണമാകും. ദിസ് കൺസിഡറബിളി റെഡ്യൂസസ് ഓക്സിജൻ ബൈൻഡിങ് കപ്പാസിറ്റി ഓഫ് RBC ലീഡിങ് ടു ഹൈപ്പോക്സിയ, അനോക്സിയ, അൾട്ടിമേറ്റ് ഡെത്ത്. അതായത് ഹീമോഗ്ലോബിൻ്റെ ഓക്സിജൻ ബൈൻഡിങ് കപ്പാസിറ്റി കുറക്കുകയും ഈ ഹൈപ്പോക്സിയ, അനോക്സിയ ഇതിനൊക്കെ കാരണമായിട്ട് അത് ഡെത്തിലേക്ക് നയിക്കും. Sulfur compounds serving as major air pollutant include SO2, SO3, H2S, carboxyl sulfide, carbon disulfide and dimethyl sulfide. അപ്പം ഇതൊക്കെ എയർ പൊല്യൂട്ടൻസ് ആണ്, സൾഫർ കോമ്പൗണ്ട്സ്. അതിൽ SO2 ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എയർ പൊല്യൂട്ടൻ്റ്. SO2 എങ്ങനെ ഉണ്ടാകുന്നത് വെച്ചാൽ ബൈ ദ കമ്പഷൻ ഓഫ് ഫോസിൽ ഫ്യൂവൽസ്. In the atmosphere, SO2 undergoes several chemical reactions and form particulate matter, aerosol, etc. Okay. അറ്റ്മോസ്ഫിയറിക് SO2ഉം SO3യും കമ്പൈൻ ചെയ്തിട്ട് H2SO4 കിട്ടും. അത് ആസിഡ് റെയിനിന് കാരണമാകും. ഓക്കെ, ആൻഡ് ദേ ഓൾസോ ഫോം ദ മേജർ കൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് സ്മോഗ്. SO2 corrodes and damages limestone, marble, leather, iron, steel, copper, aluminum, electrical work, paper, textiles, buildings, etc. അപ്പം ഇതൊക്കെ SO2 corrode ചെയ്യും. In plants, high concentration of SO2 cause bleaching, chlorosis and dwarfing, necrosis and death of leaf tissues, damage to crop, etc. ക്ലോറോസിസ് നേരത്തെ പറഞ്ഞു, ആബ്സെൻസ് അല്ലെങ്കിൽ ലോസ് ഓഫ് ക്ലോറോഫിൽ. ഡ്വാർഫിംഗ് മീൻസ് ചെറുതാവുക, അത് അതിൻ്റെ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യപ്പെടുക. ഹ്യൂമണിലും SO2 എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. സർഫസ് എപ്പിത്തീലിയം പീലിംഗ് ഓഫ്, ഇൻഫ്ലമേഷൻ ഓഫ് മ്യൂക്കസ് മെംബ്രെയിൻ, ഇൻക്രീസ്ഡ് സെക്രീഷൻ ഓഫ് മ്യൂക്കസ്, ഇൻറ്റൻസ് ഇറിറ്റേഷൻ ടു ഐസ് ആൻഡ് റെസ്പിറേറ്ററി ട്രാക്ട്. ഇതിനൊക്കെ SO2 കാരണമാകും. ഇറ്റ് മേ ഓൾസോ ഇൻഡ്യൂസ് ബ്രോങ്കൈറ്റിസ്, എംഫൈസിമ ആൻഡ് ലങ് ക്യാൻസർ. SO2 പോലത്തെ വേറൊന്നാണ് H2S. ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ദ ഹൈഡ്രജൻ സൾഫൈഡ് കോസ് കൺജക്റ്റിവിറ്റസ്, ഹെഡ് ഏക്ക്, നൗസിയ, റെസ്പിറേറ്ററി ഫെയിലിയർ, കോമ, ഈവൻ ഇറ്റ് ലീഡ് ടു ഡെത്ത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഹൈഡ്രോകാർബൺസ്. എയർ പൊല്യൂട്ടൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്നത് മീഥെയ്ന്, പ്രൊപ്പൈന്, ബ്യൂട്ടൈന്, പെൻറ്റൈന്, ഐസോപെൻറ്റൈൻ, എത്തിലിൻ, സൈലിൻ, അസിറ്റിലിൻ, എക്സെട്ര. 60-ൽ പരം ടൈപ്പ് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ ഹ്യൂമൻ ആക്ടിവിറ്റി മെയിനായിട്ട് 20-25% ഓഫ് ദ ഹൈഡ്രോ കാർബണാണ് എമിറ്റ് ചെയ്യുന്നത്, ഹ്യൂമൻ ആക്ടിവിറ്റി കാരണമാവുന്നത്. 45% ഓഫ് ദ എമിഷൻ ഈസ് ഫ്രം gasoline or petrol. Industrial processes form the next largest source of hydrocarbon. Evaporation of organic solvent release nearly 10%. സോ ഇങ്ങനെ പല മെത്തേഡിലൂടെ അറ്റ്മോസ്ഫിയറിലേക്ക് ഹൈഡ്രോകാർബൺസ് റിലീസ് ചെയ്യാൻ കാരണമാകും, വിച്ച് ഇസ് ആക്ട് ആസ് എയർ പൊല്യൂട്ടൻസ്. അപ്പം
Hydrocarbons together with nitrogen oxide mainly responsible for the formation of the PAN. PAN means peroxyacetyl nitrate, photochemical smog, etc. Hydrocarbon radical react with the NO2 and form PAN. The photochemical reaction in smoke formation involve formation of free radicals from ketone, hydrogen peroxide, organic nitrate, etc. Thus, free radical interact with the atmospheric hydrocarbon. അപ്പോൾ ഫോട്ടോകെമിക്കൽ സ്മോഗ് ഉണ്ടാകുന്നത് ഫസ്റ്റ് ഫ്രീ റാഡിക്കൽസ് കീറ്റോൺസിൽ നിന്നും ഹൈഡ്രജൻ പെറോക്സൈഡിൽ നിന്നൊക്കെ ഫോം ചെയ്തിട്ട് പിന്നീട് അത് അറ്റ്മോസ്ഫിയറിലുള്ള ഹൈഡ്രോകാർബൺസുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ്. ഈ ഹൈഡ്രോകാർബൺസ് പ്ലാന്റ്സിലും ആനിമൽസിലൊക്കെ ഒരുപാട് അഡ്വേഴ്സ് ഇഫക്ട്സ് ഉണ്ട്. പ്ലാന്റ്സിൽ മെയിനായിട്ട് ക്ലറോസിസ്, യെലോയിങ് ഓഫ് ഗ്രീൻ പാർട്സ്, ഇൻഹിബിറ്റ് ഫോട്ടോസിന്തസിസ്, ഡാമേജ് ലീഫ് ടിഷ്യൂ ആൻഡ് സംടൈംസ് കോസ് ഡെത്ത് ഓഫ് ദ പ്ലാന്റ്സ്. In human being, high concentration of the hydrocarbon may have carcinogenic effect, means lead to cancer, irritation and injury to respiratory tract, effect on nervous system, etc. ജനറൽ ഇഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ എന്തെല്ലാം നോക്കാം. മെയിനായിട്ട് ഹെൽത്ത് ഹസാർഡ്സാണ്. ഓക്കെ, സീരിയസ്ലി എഫക്റ്റ് ഹെൽത്ത് ഓഫ് ദി ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഓൾസോ അതർ ആനിമൽസ്. In human beings, it causes pulmonary edema, respiratory ailment, lung cancer, heart disease, hypertension, chronic asthma, bronchitis, silicosis, asbestosis, irritations to eye, nose, throat, respiratory tract, etc. അപ്പം ഇതിൽ ആസ്ബസ്റ്റോസിസ് എന്ന് വെച്ചാൽ അതൊരു ലങ് ഡിസീസ് തന്നെയാണ്. ആസ്ബസ്റ്റോസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിള് ബ്രീത്ത് ഇൻ ചെയ്ത കാരണമായിട്ട് ഉണ്ടാകുന്നത്. ആസ്ബസ്റ്റോസ് എന്ന് വെച്ചാൽ എ ഗ്രൂപ്പ് ഓഫ് മിനറൽ ദാറ്റ് ടേക്ക് ഫോം ഓഫ് ടൈനി ഫൈബർ. ഓക്കെ, ഇനി മറ്റുള്ള ഇഫക്റ്റ് എന്ന് വെച്ചാൽ വിച്ച് കോസ് ഹാംഫുൾ മ്യൂട്ടേഷൻസ്, കൺജനിറ്റൽ അബ്നോർമാലിറ്റീസ് ആൻഡ് ഇൻബോൺ ഡിസീസസ്. അപ്പം ജനറ്റിക്കലി ആയിട്ടുള്ള ഡിസീസസിനൊക്കെ ഈ ഒരു എയർ പൊല്യൂഷൻ കാരണമാകും. Then it causes unfavorable climatic change by abnormally influencing humidity, temperature, cloud formation, precipitation, etc. ക്ലൈമറ്റിനെയും അത് സീരിയസ്ലി അഫക്റ്റ് ചെയ്യും. അബ്നോർമലായിട്ടുള്ള ടെമ്പറേച്ചർ ലെവല്, ക്ലൗഡ് ഫോർമേഷൻ, പ്രസിപ്പിറ്റേഷനൊക്കെ അതിൻ്റെ പീരീഡൊക്കെ തെറ്റും. And also it disturbs and depletes ozone umbrella by the action of some chemical pollutants like chlorofluorocarbon, hydrofluorocarbon, hydrochlorofluorocarbons, halons, etc. ഇങ്ങനെയുള്ള ഒരുപാട് കെമിക്കൽ പൊല്യൂട്ടൻസ് കാരണമായിട്ട് ഓസോൺ ലെയർ ഡിപ്ലീറ്റ് ചെയ്യും. CFC do heavy destruction to the ozone layer. One molecule of CFC can destroy as many as 1 lakh ozone molecule. Okay. Then this air pollution causes destruction to the vegetation, crops, forest and livestock. It spoils fabrics and protective surface coating and discolors paintings. So it means air pollution not only living things but also non-living ആയിട്ടുള്ള മെറ്റീരിയൽസ്, സബ്സ്റ്റൻസസ്, ക്ലൈമറ്റ് എല്ലാത്തിനെയും എഫക്റ്റ് ചെയ്യും. It corrodes, weakens and damages architectural monuments, marble works, metal wires, building materials, electrical equipments, etc. ഇനി റെമഡിയൽ മെഷേഴ്സ് നോക്കാം. 4 ബേസിക് മെഷേഴ്സാണ് ഉള്ളത്. ഒന്ന് ഡിസ്പേർഷൻ ഓഫ് സോഴ്സസ് ഓഫ് പൊല്യൂട്ടൻറ്റ്, 2 ഡൈല്യൂഷൻ ഓഫ് പൊല്യൂട്ടൻറ്റ്, 3 ക്വാണ്ടിറ്റേറ്റീവ് റിഡക്ഷൻ ഓഫ് പൊല്യൂട്ടൻറ്റ്, 4 ക്വാണ്ടിറ്റേറ്റീവ് റിഡക്ഷൻ അറ്റ് സോഴ്സ് ബൈ യൂസിങ് കൺട്രോൾ ഡിവൈസസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. ഓക്കെ, ഇത് 4 ബേസിക് ആയിട്ടുള്ള റെമഡിയൽ മെഷേഴ്സ് ഓഫ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം കുറച്ച് കോമൺ മെഷേഴ്സ് പറയുകയാണെങ്കിൽ, ഒന്ന് സ്മോക്ക് സ്റ്റാക്സിൻ്റെയും ചിമ്നീസിൻ്റെയും ഒക്കെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുക ഈ ഇൻഡസ്ട്രിയിൽ. അങ്ങനെ ആകുമ്പം ഈ ഗ്രൗണ്ട് ലെവലുള്ള പൊല്യൂട്ടൻസ് റിലീസ് കുറക്കാൻ സാധിക്കും. 2 ലോ സൾഫർ കണ്ടൻറ്റുള്ള ഫർണേസ് ഫ്യൂവൽസ് യൂസ് ചെയ്യുക. 3 പ്യൂരിഫിക്കേഷൻ പ്ലാന്റ്സ് ഉണ്ടാക്കുക ഫാക്ടറീസിലൊക്കെ. 4 സെറ്റിലിംഗ് ചാമ്പേഴ്സ്, ബാഗ് ഫിൽറ്റേഴ്സ്, സെൻട്രിഫ്യൂജൽ ഡസ്റ്റ് കളക്ടേഴ്സ്, സൈക്ലോൺ സെപ്പറേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുക. അതായത് ഡസ്റ്റ് കോൺസെൻട്രേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുക. ഫാബ്രിക് ഫിൽറ്റേഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേഴ്സ്, വെറ്റ് സ്ക്രബ് ഫിൽറ്റർ, സൈക്ലോൺ സെപ്പറേറ്റർ, ഡസ്റ്റ് ട്രാപ്പ്. ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ
പെർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസിനെ ഇൻഡസ്ട്രിയൽ സ്മോക്കിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത് അതായത് ഈ സോളിഡ് ആയിട്ടുള്ള പൊല്യൂട്ടൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ. പിന്നെ ഗ്യാഷ്യസ് ഫ്യൂവൽസ് ഓട്ടോമൊബൈൽസിൽ യൂസ് ചെയ്യുക ടു എനാബിൾ കംപ്ലീറ്റ് കമ്പഷൻ ആൻഡ് ഓൾസോ ടു റെഡ്യൂസ് എമിഷൻ ഓഫ് ടോക്സിക് സബ്സ്റ്റൻസസ് ലൈക്ക് കാർബൺ മോണോക്സൈഡ്. ദെൻ കാറ്റലിറ്റിക് കൺവേർട്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്യുക ടു ന്യൂട്രലൈസ് എക്സോസ്റ്റ് ഫ്യൂംസ്. ദെൻ എഫോറസ്റ്റേഷൻ നടത്തുക, കൂടുതൽ പ്ലാന്റ്സ് ട്രീസിനെ ഗ്രോ ചെയ്യുക. Trees can serve as biological filter. They absorb gas contaminants from air because we know they absorb carbon dioxide and release oxygen. And also liquid solid particles settle on their foliage. അവരുടെ ലീവ്സിൽ സെറ്റിൽ ചെയ്യും. അവർക്ക് ശരിക്കും ഒരു ബയോളജിക്കൽ ഫിൽറ്ററായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. സോ മാക്സിമം ട്രീസ് പ്ലാന്റ് ചെയ്യാം. കൺവേർട്ട് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഫ്രം ഗാഷ്യസ് ഓർ ലിക്വിഡ് സ്റ്റേറ്റ് ടു സോളിഡ് സ്റ്റേറ്റ് ഫോർ സ്റ്റോറേജ്. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിനെ മാക്സിമം സോളിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. ദേ ഷുഡ് ബി സീൽഡ് in steel drums and dumped into deep sea for natural decay. ഓക്കെ, ഡീപ്പ് സീയിലേക്ക് അവരെ മുക്കി താഴ്ത്തുക സ്റ്റോർ ചെയ്തിട്ട്. അങ്ങനെ തന്നെ കുറേ പൊല്യൂഷൻ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പം ഇതൊരു സൈക്ലോൺ സെപ്പറേറ്ററിൻ്റെ ഫിഗറാണ്. ഇതൊരു കാറ്റലിറ്റിക് കൺവേർട്ടർ. ഇതൊക്കെ എയർ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു ഇൻഡസ്ട്രീസിലൊക്കെ. അപ്പം ഇതാണ് എയർ പൊല്യൂഷൻ, അതിൻ്റെ കോസ്, ഇഫക്ട്സ് ആൻഡ് റെമഡിയൽ മെഷേഴ്സ്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. താങ്ക് യു.